നമസ്കാരം. ഒടുവിൽ ലോകം ഭയന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. അതായത് പശ്ചിമേഷ്യയെ ആകെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ഇപ്പോൾ ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അനവധി പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അരമണിക്കൂറിനുള്ളിൽ ഏതാണ്ട് 400-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ടെൽ അവീവിൽ ഇപ്പോൾ പതിച്ചിരിക്കുന്നത്. ഇത് ഇസ്രയേലിൻ്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചതിന് അപ്പുറമാണ്. അതായത് ഗാസയിലെ ജനങ്ങളെയും ഹമാസിൻ്റെയും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുടെയും ഒക്കെ തന്നെ നേതാക്കളെയും കൊന്നതിന് മറുപടിയായിട്ട് ഇസ്രയേലിന് നേരെ ഡസൻ കണക്കിന് മിസൈലുകൾ പ്രയോഗിച്ചപ്പോൾ തകർന്നടിഞ്ഞത് പേരുകേട്ട ഇസ്രയേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. തങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് പതിയിരുന്ന ഇറാൻ കൃത്യമായിട്ടുള്ള പ്ലാനോടുകൂടി നടത്തിയ ഈ ഒരു ആക്രമണത്തിന് മുന്നിൽ ഇസ്രയേൽ ഇപ്പോൾ പകച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. ഇസ്രയേലിനെ സഹായിക്കാൻ രംഗത്തിറങ്ങുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതോടെ ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. റഷ്യയുടെ പിന്തുണ ഉറപ്പിച്ച ശേഷമാണ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചതെന്നാണ് അമേരിക്ക കരുതുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അമേരിക്ക ഇടപെട്ടാൽ റഷ്യ ഇറാനു വേണ്ടി പരസ്യമായി തന്നെ രംഗത്തിറങ്ങുമെന്ന കാര്യവും ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇസ്രയേലിലുടനീളം വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങുന്നതായിട്ടാണ് BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സിവിലിയന്മാരോട് ബങ്കറിൽ അഭയം തേടാനായിട്ട് ഇസ്രയേൽ സൈന്യം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേൽ സൈന്യം ലെബനനെ കരമാർഗം ആക്രമിച്ച് തുടങ്ങിയതോടെയാണ് ഇറാൻ ആക്രമണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതോടെ ലെബനനിൽപ്പെട്ട ഇസ്രയേൽ സൈനികരും ഇപ്പോൾ കുടുങ്ങുന്ന അവസ്ഥയാണ് ഉള്ളത്. തൻ്റെ രാജ്യം അതിൻ്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഘട്ടങ്ങളിലൊന്ന് അഭിമുഖീകരിക്കുകയാണെന്നും അതോടൊപ്പം തന്നെ 1 ദശലക്ഷം ആളുകൾ പലായനം ചെയ്തിട്ടുണ്ടെന്നും ലെബനീസ് പ്രധാനമന്ത്രി ഇപ്പോൾ പറയുമ്പോൾ മരിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷങ്ങളാണ് ഇപ്പോൾ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് അവർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇസ്രായേലിൻ്റെ തലസ്ഥാനത്തുൾപ്പെടെ മിസൈൽ ആക്രമണത്തിനൊപ്പം ചാവേറുകളും ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അത്യന്തം ഭീതിജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ അവിടെ. ഇസ്രായേലിനെതിരെ പിന്നിൽ നിന്ന് ആക്രമണങ്ങൾ നയിച്ച ഇറാനാകട്ടെ ഒടുവിൽ നേർക്കുനേർ യുദ്ധത്തിനായിട്ട് ഇപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ആ ഒരു യുദ്ധത്തിൻ്റെ ആദ്യ സിഗ്നലായിരുന്നു ഒക്ടോബർ 2-ാം തീയതി ഇന്ന് പുലർച്ചെ കണ്ടത്. ഏകദേശം 180ഓളം വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രയേലും അതുപോലെ തന്നെ അധിനിവേശ ഫലസ്തീനും ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ടത്. ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രുള്ള അതുപോലെ തന്നെ ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയ എന്നിവരുടെ ചോരയ്ക്ക് പകരം ചോദിക്കുകയായിരുന്നു ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 2വിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇസ്രായേലിനെതിരെ ആദ്യമായിട്ടൊരു മിസൈൽ ആക്രമണം ഇറാൻ നടത്തുന്നത് 2024 ഏപ്രിൽ 14-നായിരുന്നു. ഏപ്രിൽ 1-ാം തീയതി ഇറാൻ്റെ ഡെമാസ്കസിലെ എംബസി ആക്രമിച്ച് അവിടുത്തെ ഉന്നത സൈനിക നേതാവ് ജനറൽ മുഹമ്മദ് റസ സഹേദിയെ വധിച്ചതിന് പകരമായിട്ടായിരുന്നു ഇറാൻ്റെ ഈ ഒരു ആദ്യത്തെ ആക്രമണം. എന്നാൽ അതൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണം ആയിരുന്നില്ല. ആക്രമണം സംബന്ധിച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വിവരങ്ങൾ അമേരിക്കയ്ക്കും അതുവഴി തന്നെ ഇസ്രായേലിനും ഇറാൻ കൈമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാനായിട്ട് ആവശ്യത്തിന് സമയവും ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുകയുണ്ടായി. ഇത് കൂടാതെ തന്നെ ലക്ഷ്യം വെച്ച പ്രദേശങ്ങൾ, അതായത് ഈ നെഗവ് മരുഭൂമിയിലെ ഒരു ഇസ്രായേലി സൈനിക താവളം മാത്രമായിരുന്നു. അതായത് വെറുമൊരു തുറന്ന യുദ്ധത്തിലേക്കുള്ള ഒരു ക്ഷണമായിരുന്നില്ല ഏപ്രിൽ 14-ലെ ആക്രമണമെന്ന് ചുരുക്കം. അവിടെ നിന്ന് ഒക്ടോബർ 1-ലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അതായത് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് അവിടെ അമേരിക്കയ്ക്ക് പോലും ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട സൂചന ലഭിക്കുന്നത് തന്നെ. അവർ ഉപയോഗിച്ചതാകട്ടെ വളരെ ശക്തമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ്. കേവലം വെറും 12 മിനിറ്റ് ദൂരമേ ഇസ്രായേലിലേക്കുള്ളുവെന്ന മുന്നറിയിപ്പായിരുന്നു ഫത്തേ 2 ഹൈപ്പർസോണിക് മിസൈലുകളുടെ പ്രയോഗത്തിലൂടെ ഇറാൻ നൽകിയത്. അവിടെ ലക്ഷ്യം വെച്ചതാകട്ടെ ജനനിബിഡ മേഖലകൾ. ഇനിയും ഞങ്ങൾക്കെതിരെ വന്നാൽ തീർച്ചയായിട്ടും ആക്രമണം കടുക്കുമെന്ന അറിയിപ്പും ഇറാൻ നൽകുകയുണ്ടായി. ഇറാൻ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതും ഇതേ തുടർന്ന് ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസ്രുള്ളയുടെ മറ്റുമൊക്കെ തന്നെ നേതാക്കളുടെയും എല്ലാം തന്നെ കൊലപാതകങ്ങളിലൂടെ ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ ചൊടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പരമാവധി സംയമനം പാലിക്കാൻ ഇറാൻ ശ്രമിച്ചതുമാണ്.
സംഘർഷങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ഇറാന്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതായിരുന്നു നിലവിലെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ നിലപാട്. അതിന്റെ ഭാഗമായാണ് ഇറാനെ നാണം കെടുത്തിയ ടെഹ്റാനിൽ വെച്ച് നടന്ന ഇസ്മയിൽ ഹനിയയുടെ കൊലപാതക ശേഷവും അമേരിക്കയുടെ വാക്കുകേട്ട് പ്രതികരിക്കാതിരുന്നത്. ഗാസയിൽ വെടിനിർത്തലായിരുന്നു ഇറാന് മുൻപിൽ അമേരിക്ക വെച്ച ഓഫർ. പക്ഷേ അത് നടന്നില്ലെന്ന് മാത്രമല്ല, ഇസ്രയേൽ അവരുടെ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണങ്ങൾ അത് അനുസൃതം തുടരുകയും ചെയ്തിരുന്നു. ലെബനനിൽ നടത്തിയ പേജർ, അതുപോലെ തന്നെ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ, ഹസൻ നസ്രള്ളയുടെ വധം, ഇതെല്ലാം തന്നെ ഇറാന് വേണ്ടിയിട്ടുള്ള ഇസ്രയേലിൻ്റെ ചൂണ്ടയായിരുന്നു. ഇറാനിലെ തീവ്രപക്ഷക്കാർ ഇസ്രയേലിന് മറുപടി നൽകണമെന്ന് കടുംപിടുത്തം പിടിച്ചെങ്കിലും ഉപരോധങ്ങളിൽ ഉടലുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു തുറന്ന യുദ്ധം അത് അചിന്തനീയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധ അച്ചുതണ്ട് എന്നറിയപ്പെടുന്ന സഖ്യസേനയിലെ ഹിസ്ബുള്ളയെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടും ഇറാൻ ആകട്ടെ അനങ്ങാതിരുന്നത്. എന്നാൽ സെപ്റ്റംബർ 30 ഇറാനി ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നെതന്യാഹു പുറത്തുവിട്ട വീഡിയോ സന്ദേശം കൂടി ആയതോടെയാണ് ഇപ്പോൾ ഇറാന്റെ പിടിവിടുന്നത്. ഇറാനിൽ ഭരണമാറ്റത്തിനായിട്ട് ഇസ്രയേലിനൊപ്പം നിൽക്കാനായിട്ട് ആഹ്വാനം ചെയ്യുന്നതായിരുന്നു നെതന്യാഹുവിൻ്റെ ആ ഒരു വീഡിയോ. ഗാസയിലേക്കും ലെബനനിലേക്കും എല്ലാം തന്നെ കടന്നു കയറുന്നതിന് മുൻപും നെതന്യാഹു ഇത്തരത്തിലുള്ള വീഡിയോ സന്ദേശങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഈ വിഷയങ്ങളുടെ എല്ലാം തന്നെ ആകത്തുകയായിരുന്നു ഒക്ടോബർ 1 ആക്രമണം. എന്നാൽ ഇനി എന്താകും പശ്ചിമേഷ്യയുടെ ഭാവി എന്നത് ഇസ്രായേലിൻ്റെ തിരിച്ചടിയുടെ അടിസ്ഥാനത്തിലാകും തീരുമാനിക്കപ്പെടുക. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ഇറാന്റെ അതിർത്തികൾക്കുള്ളിൽ ആക്രമണം നടത്താനുള്ള ഒരു അവസരമായിരുന്നു നെതന്യാഹു തേടി നടന്നത്. അതിലൂടെ ഇറാന്റെ എല്ലാവിധ ആണവശേഷിയെയും നശിപ്പിക്കുകയാണ് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും. അതിന് വീണ് കിട്ടിയിരുന്ന ഇപ്പോഴത്തെ അവസരത്തെ നെതന്യാഹു വിട്ടുകളയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇസ്രായേൽ ആക്രമിച്ചാൽ കടുത്ത നടപടിക്ക് സജ്ജമാണ് തങ്ങളെന്ന് ഇറാനും ഇതിനോടകം തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തെ അപലപിച്ചും ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള അവകാശത്തെ ഉയർത്തിപ്പിടിച്ചും അമേരിക്കയും അതോടൊപ്പം തന്നെ UK എല്ലാം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം പിന്തുണയുമായിട്ട് ഹമാസും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയും ഹൂതികളും എല്ലാം തന്നെ ഇറാന്റെ പിന്നിൽ ഇപ്പോൾ അണിനിരക്കുകയും ചെയ്യുകയാണ്. യുക്രൈൻ ആക്രമണത്തിൽ റഷ്യയ്ക്കൊപ്പമുള്ള ഇറാനെ പുടിൻ തള്ളാനുള്ള സാധ്യതയും വളരെ വിരളമാണ്. അതിനാൽ തന്നെ ഇസ്രായേലിൻ്റെ അടുത്ത ചുവടുവയ്പ്പാകും തീർച്ചയായിട്ടും ഈ പശ്ചിമേഷ്യയിലെ ജനങ്ങളുടെ ഭാവിയിൽ നിർണായകമാകുക. അതേസമയം ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്താനായിട്ട് ഇറാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ള അമേരിക്കയുടെ മുന്നറിയിപ്പ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു. വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഇക്കാര്യങ്ങൾ ഔദ്യോഗികമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അത് കരയിലും ശക്തമാക്കാൻ ഒരുങ്ങുകയാണെന്ന ഇസ്രായേലിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയായിരുന്നു അമേരിക്കയുടെ ഈ ഒരു നിർണായക വെളിപ്പെടുത്തൽ പുറത്തു വന്നത്. ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്താനായിട്ട് ഇറാൻ ഒരുങ്ങുന്നുവെന്ന സൂചനകൾ തന്നെയായിരുന്നു അമേരിക്ക കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവിട്ടിരുന്നത്. ഈ ആക്രമണത്തിനെതിരെ പ്രതിരോധിക്കാനുള്ള എല്ലാ പിന്തുണയും തങ്ങൾ ഇസ്രായേലിന് നൽകുമെന്നും ഇസ്രായേലിനെതിരെ നേരിട്ടുള്ള സൈനികാക്രമണം ഇറാന് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും മുതിർന്ന വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായിട്ടുള്ള AFP റിപ്പോർട്ട് ചെയ്യുകയുണ്ടായിരുന്നു. ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങൾ അത് തടയുന്നതിനായിട്ട് ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക സജ്ജമായിരുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തപ്പോൾ പോലും അമേരിക്ക ഇസ്രായേലിനൊപ്പം നിന്ന് ആക്രമണങ്ങളൊക്കെ തന്നെ ചെറുത്തിരുന്നതായിട്ടും ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി. ഇസ്രായേലിലെ US എംബസിയിലുള്ള ഉദ്യോഗസ്ഥരോട് ഇപ്പോൾ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് മാറാൻ പോലും അമേരിക്ക നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതായത് ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ സുരക്ഷിതമായി തന്നെ തുടരണമെന്നും ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. നേരത്തെ ജെറുസലേമിലും അതോടൊപ്പം തന്നെ ടെൽ അവീവിലും കടുത്ത നിയന്ത്രണങ്ങൾ ഇസ്രായേൽ സൈന്യം ഏർപ്പെടുത്തിയിരുന്നു. ഹിസ്ബുള്ളയിൽ നിന്നോ അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്നോ ആക്രമണങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നു ഈ ഒരു നടപടി. ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചുള്ള ഓപ്പറേഷനുകൾക്കായിട്ട് സൈന്യം ഇപ്പോൾ ലെബനനിൽ പ്രവേശിച്ച കാര്യം അറിയിച്ചതിന് പിന്നാലെയായിരുന്നു നിയന്ത്രണങ്ങളുടെ പ്രഖ്യാപനവും. 10,000-ഓളം വരുന്ന സൈനികർ അടങ്ങുന്ന സംഘം അതിർത്തികളിൽ എത്തിയതായിട്ടാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.